Hey guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജ് ചേഞ്ചിങ് ഇഫക്റ്റ് ആണ്. ആൻഡ് ഇത് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ, ബട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ഫോട്ടോഷോപ്പിൻ്റെ ജനറേറ്റീവ് ഫിൽ, അഡോബിൻ്റെ ഫയർഫ്ലൈ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഓപ്ഷൻസ് ഒക്കെ ഗ്രാഫിക് എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇമേജ് ചേഞ്ചിങ് ഇഫക്റ്റ്. ആൻഡ് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഇഫക്റ്റ് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ലോജിക് എല്ലാം സെയിം ആണ്, ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളെ കാണത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ആൻഡ് ഇന്ന് നമ്മൾ ഈ വീഡിയോ യൂസ് ചെയ്തിട്ടാണ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയിൽ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റും എൻഡ് ചെയ്യേണ്ട പോയിന്റും മാർക്ക് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഞാൻ ഐ ഉപയോഗിച്ച് ഇൻ പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 20 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ആരോയിൽ പ്രസ് ചെയ്താൽ മതി. 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകും. അങ്ങനെ ഞാൻ 20 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഫ്രെയിംസ് വേണമെങ്കിലും മുമ്പോട്ട് എടുക്കാം. ഞാൻ ഇവിടെ 20 ഫ്രെയിംസ് എടുക്കുന്നുള്ളൂ. ആൻഡ് നിങ്ങൾ എത്ര ഫ്രെയിംസ് എടുക്കുന്നുണ്ടോ ആ ഫ്രെയിംസ് എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾ കൂടുതൽ ഫ്രെയിംസ് എടുത്തു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇതാണ് ഞാൻ എൻഡിങ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഞാൻ O ഉപയോഗിച്ച് ഔട്ട് മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ഫ്രെയിംസും എക്സ്പോർട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഫയൽ, എക്സ്പോർട്ട്, മീഡിയ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+M യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഫസ്റ്റ് തന്നെ സോഴ്സ് റേഞ്ച് ഇൻ ആൻഡ് ഔട്ട് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഫോർമാറ്റ് PNG സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് നെയിമും ലൊക്കേഷനും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. എപ്പോഴും നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഇനി നമുക്കിവിടെ റെൻഡർ അറ്റ് മാക്സിമം ഡെപ്ത് ഓൺ ആയി കൊടുക്കാം. ദെൻ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റിയും ഓൺ ആയി കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ഓരോ ഫ്രെയിംസും എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനിയും പ്രീമിയർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇമേജസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇവിടെ ഇമേജസ് എല്ലാം വന്നിട്ടുണ്ട്. 100th ഫ്രെയിം തൊട്ട് 120 ഫ്രെയിം വരെ, അതായത് 20 ഫ്രെയിംസ് ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇമേജിലെയും സബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അഡോബിൻ്റെ ഫയർഫ്ലൈ വെബ്സൈറ്റ് ആണ്. ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതോടെ വരെ ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ അഡോബ് ഫയർഫ്ലൈ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ജനറേറ്റീവ് ഫിൽ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താലേ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. ആൻഡ് ഞാൻ ഫയർഫ്ലൈ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ, ഞാൻ യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് 2022 ആണ്. അതിൽ ജനറേറ്റീവ് ഫിൽ അവൈലബിൾ അല്ല. ഓൾസോ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ജനറേറ്റീവ് ഫില്ല് കാണണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫയർഫ്ലൈ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഫയർഫ്ലൈ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ജനറേറ്റീവ് ഫിൽ ഓപ്ഷനാണ്. സോ നമുക്ക് ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ സെലക്ട് ചെയ്യാം. ആൻഡ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ആൻഡ് ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തെ ഇമേജ് ആയിരിക്കണം. എന്നിട്ട് ആ ഇമേജിൻ്റെ ഓർഡറിൽ വേണം ചെയ്തു പോകാൻ. സോ ഞാൻ ഇവിടെ 100ാമത്തെ ഫ്രെയിം, അതായത് എൻ്റെ ഫസ്റ്റ് ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമുക്ക് കൺട്രോളും ക്ലോസിംഗ് ബ്രാക്കറ്റും ഓപ്പണിംഗ് ബ്രാക്കറ്റും യൂസ് ചെയ്യാം. ഇവിടെ ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും. ആൻഡ് ഇവിടെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സബ്ട്രാക്റ്റിലേക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഡ്രോ ചെയ്യുമ്പം ഓൾട്ട് ഹോൾഡ് ചെയ്താൽ മതി. ആൻഡ് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് മുകളിലേക്കും താഴേക്കും പോകാം. ആൻഡ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ ഇമേജ് സൂം ചെയ്ത് കഴിഞ്ഞ് അത് പാൻ ചെയ്യണമെങ്കിൽ സ്പേസ് ഹോൾഡ് ചെയ്താൽ മതി. ഇവിടെ ഹാൻഡ് ഐക്കൺ വരും. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ബ്രഷ് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ട സബ്ജക്റ്റിൻ്റെ മേളിൽ കൂടെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഡ്രോ ചെയ്യുമ്പോൾ ഏതെങ്കിലും പോർഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് അവിടെ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് സബ്ജക്റ്റ് വരുന്ന ഫുൾ ഏരിയ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ലോഡ് ആകുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ പുതിയ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് താഴേക്ക് നോക്കുവാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ആൻഡ് ഇത്ര ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും പുതിയ ഇമേജസ് ജനറേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഇങ്ങനെ നമ്മൾ പ്രീമിയറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത എല്ലാ ഇമേജസും എഡിറ്റ് ചെയ്തെടുക്കണം. ആൻഡ് ഞാൻ അങ്ങനെ ഫുൾ ഇമേജസും ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ അഡോബ് ഫയർഫ്ലൈ യൂസ് ചെയ്താലുള്ള ഇഷ്യൂ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിൽ അഡോബിൻ്റെ വാട്ടർമാർക്ക് കാണും. സോ നമുക്ക് ഇവിടുന്ന് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പാണ്. സോ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം.
ആൻഡ് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. ആൻഡ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് പ്രീമിയറിൽ നിന്ന് നമ്മൾ ആദ്യം എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫസ്റ്റ് ഇമേജ്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത ഫസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ഇമേജിൽ ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ബ്രഷ് യൂസ് ചെയ്ത് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. ആൻഡ് അങ്ങനെ വാട്ടർമാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയൽ സേവ് ആസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഇമേജ് 1 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എല്ലാ 20 ഇമേജസിൻ്റെയും വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ഇവിടെ എല്ലാ ഇമേജസിൻ്റെയും വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജസ് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ ഇമ്പോർട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+I യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇമേജസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്കിതൊരു ഇമേജ് സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ഇമേജ് എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു വീഡിയോ ആയിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ഇമേജ് സീക്വൻസ് ബോക്സ് കണ്ടോ, അത് ഓൺ ചെയ്തിടുക. ആൻഡ് നിങ്ങൾക്ക് ഇമേജ് സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമേജിൻ്റെ നെയിമിങ് തന്നെയാണ്. നിങ്ങൾ സീക്വൻസ് ആക്കാൻ പ്ലാൻ ചെയ്യുന്ന ഫോട്ടോസിൻ്റെ എല്ലാം നെയിം സെയിം ആയിരിക്കണം. സോ ഞാൻ ഇവിടെ എല്ലാത്തിനും ഇമേജ് എന്നാണ് നെയിം കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്പറും കൊടുക്കണം. ഞാൻ ഇവിടെ 0, 1, 2, 3, 4 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ആദ്യം ഇമേജ് സേവ് ചെയ്തപ്പം ഇമേജ് സ്പേസ് 0, പിന്നെ ഇമേജ് സ്പേസ് 1, അത് കഴിഞ്ഞ് ഇമേജ് 2, ഇമേജ് 3, ഇമേജ് 4 എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തത്. ആൻഡ് ഫസ്റ്റ് 2 ഇമേജസിലും സ്പേസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇത് ആദ്യം ഇമേജ് സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തപ്പം ആദ്യത്തെ 2 ഇമേജ് മാത്രമേ ഇമ്പോർട്ട് ആയുള്ളൂ. സോ നിങ്ങൾ ഇമേജ് സീക്വൻസ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നെയിമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഓപ്പൺ സെലക്ട് ചെയ്യാം. ആൻഡ് ഓപ്പൺ സെലക്ട് ചെയ്തപ്പം നമ്മൾ കാണിച്ചു കൊടുത്ത ഇമേജസ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ആൻഡ് നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഇമേജ് വെക്കാം. ആൻഡ് നമ്മൾ ഇവിടെയാണ് ഇൻപോയിന്റ് കൊടുത്തത്. സോ നമുക്ക് അവിടെ കൊണ്ട് വീഡിയോ വെക്കാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇമേജ് സീക്വൻസിന്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. നമുക്ക് ആക്ച്വലി 20 ഫ്രെയിംസ് മതി, പക്ഷേ ഇവിടെ ഡ്യൂറേഷൻ കൂടുതലാണ്. അതിന്റെ റീസൺ മേ ബി ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഇമേജസിന്റെയും ഡ്യൂറേഷൻ മേ ബി 2-3 ഫ്രെയിംസ് ആയിരിക്കും. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ എഡിറ്റിൽ പ്രിഫറൻസിൽ ടൈം ലൈൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റിൽ ഇമേജ് ഡിഫോൾട്ട് ഡ്യൂറേഷൻ ഓപ്ഷൻ കാണാം. ആൻഡ് അവിടെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെക്കൻഡ്സ് ആയിരിക്കും. അവിടെ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് 1 കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. സോ ഇവിടെ ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ 1 ഫ്രെയിം ആയിരിക്കും. ആൻഡ് നിങ്ങൾ പ്രിഫറൻസിൽ എന്തെങ്കിലും സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ആണെങ്കിൽ പ്രീമിയർ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം. സോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. അതിന് പകരം റൈറ്റ് സ്ട്രെച്ച് ടൂൾ എടുക്കുവാണ്. 6 ഷോർട്ട് കട്ട്. ആൻഡ് ടൂൾസിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർഡ് ഇവിടെ കൊടുത്തേക്കാം. സോ ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് Ctrl+R പ്രസ് ചെയ്യാം. സോ ഇവിടെ ക്ലിപ്പ് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ ബോക്സ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ടൈം ഇൻ്റർപോളേഷൻ ഫ്രെയിം സാമ്പിളിംഗ് മാറ്റി ഒപ്റ്റിക്കൽ ഫ്ലോ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. സോ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വീഡിയോ കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഇഫക്റ്റ് വരുന്ന പോർഷൻ്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ, കുറച്ചുകൂടെ സ്ലോ ആക്കണമെങ്കിൽ നമ്മുടെ ക്ലിപ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് നെസ്റ്റ് ചെയ്യാം. Ctrl+N ആണ് ഷോർട്ട് കട്ട്. അത് ഞാൻ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് കട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റിൽ വരുവാണെങ്കിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് മോഡിഫൈ ചെയ്യുവോ എഡിറ്റ് ചെയ്യുവോ എല്ലാം ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് മോഡിഫൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാം. എന്നിട്ട് എഫക്റ്റ് എൻഡ് ചെയ്യുന്നവരും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ കുറച്ച് മുമ്പോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാൻ ഒരു 60% ആക്കുവാണ്. എന്നിട്ട് ടൈം ഇൻ്റർപോളേഷൻ നമുക്ക് ഒപ്റ്റിക്കൽ ഫ്ലോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വീഡിയോ നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്ത പോയിന്റിൽ ഡിഫോൾട്ട് ട്രാൻസിഷനോടെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഇഫക്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആകാനും ഈ ഇഫക്റ്റിന് കുറച്ചുകൂടെ ലൈഫ് കിട്ടാനും സൗണ്ട് എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ക്യാമറ സൗണ്ട് എഫക്ട്സ് ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണ്ടാത്ത പോർഷൻ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മുടെ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ നമുക്ക് സൗണ്ട് എഫക്ട്സ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ നമുക്ക് റേറ്റ് സ്ട്രക്ചർ ടൂൾ എടുത്തിട്ട് ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് AI യൂസ് ചെയ്ത് ഇമേജ് ചേഞ്ചിങ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് സൂം ത്രൂ ട്രാൻസിഷൻ. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. ആൻഡ് ബബിൾ വാപ്പ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.